നമ്മൾ എത്ര കാലിബർ ഉള്ള ആളാണെങ്കിലും എത്ര പൊട്ടൻഷ്യൽ ഉള്ള ആളാണെങ്കിലും ഒരു 55 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ അത്രയും കാലം സേവിച്ച കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മളെ സേവനം പൂർത്തിയാക്കിയിട്ട് എന്തോന്ന് പറയും? നിന്നെ ഞങ്ങൾക്ക് എന്ത് പറയും? വേണ്ടാന്ന് പറയും, ഇല്ലേ? നിന്നെ ഞങ്ങൾക്ക് വേണ്ട. നീ ചിലപ്പോ രാഷ്ട്രത്തിൽ ഓടിയ കമ്പനിയെ 5 കോടിയുടെ ലാഭത്തിൽ എത്തിച്ചവനായിരിക്കും. പക്ഷെ 55 വയസ്സ് കഴിയുമ്പോൾ അവരെന്തോ പറയും? നിന്റെ സേവനം ഇനി വേണ്ടാന്ന് പറയും. അങ്ങനെ 55 വയസ്സൊക്കെ കഴിഞ്ഞ് പെൻഷൻ പറ്റി കഴിയുമ്പോൾ മിക്കവാറും ഉള്ളവരൊക്കെ തന്നെ കരയോഗത്തിന്റെ പ്രസിഡന്റന്മാര്, ശാഖായോഗത്തിന്റെ പ്രസിഡന്റന്മാര്, അമ്പലത്തിന്റെ പ്രസിഡന്റന്മാര്, അങ്ങനെ ഒന്നും മാറും. അങ്ങനെ 55 വയസ്സ് മുതല് ഒരു 65 വയസ്സ് വരെ എവിടെ ഇരിക്കും? ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഇരിക്കും. ഈ 65 വയസ്സ് കഴിയുമ്പോൾ ഈ ശാഖായോഗക്കാരും കരയോഗക്കാരും അമ്പലക്കാരും എന്ത് പറയും? നിന്നെ ഞങ്ങൾക്കോ വേണ്ട. 65 വയസ്സ് മുതൽ ഒരു 75 വയസ്സ് വരെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, ഇല്ലേ? ശിഷ്ടകാലം. ഈ 75 വയസ്സ് കഴിയുമ്പോ നമ്മുടെ വീട്ടുകാർ നമ്മളോട് എന്ത് പറയും? നിന്നെ ഞങ്ങൾക്കും വേണ്ട. 75, 85 വയസ്സാകുമ്പോ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി മാതാവ് നമ്മളോട് എന്ത് പറയും? നിന്നെ എനിക്കും വേണ്ട. ഇവിടെ എല്ലാം ഒഴിവാക്കപ്പെട്ടു, ഇല്ലേ? ഇവിടെ എല്ലാം ഒഴിവാക്കപ്പെട്ട് ഉറപ്പായിട്ട് നമ്മൾ മരിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ടും തെല്ലും പേടിക്കാതെ ജീവിക്കുന്ന നമ്മളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടേലും പറ്റുമോ? ആരെ കൊണ്ടേലും പറ്റുമോ? ആരെ കൊണ്ടും പറ്റില്ല സജ്ജനങ്ങളെ. എന്തായാലും മരിച്ചു പോകും. പക്ഷെ ജീവിക്കുന്ന അവസാന നിമിഷം വരെയും എങ്ങനെ ജീവിക്കണം? ഐശ്വര്യമുള്ളവരായിട്ട് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ഐശ്വര്യമുള്ളവരായിട്ട് ജീവിക്കണം സജ്ജനങ്ങളെ. അതിനാണ് ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അല്ല കവന കഥകളും പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചിലർ ചോദിക്കും, വയസ്സാൻ കാലത്താണോ ഇതൊക്കെ ഞാൻ ചെയ്യുക? വയസ്സ് എന്ന് പറയുന്നത് ശരീരത്തിനേ ഉള്ളൂ, ചിന്തകൾക്കില്ല. എപ്പോഴും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ പോലും നല്ല ഒരു ശതമാനം മാറ്റുവാൻ നമ്മുടെ ചിന്തകൾ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം, എപ്പോഴും ഉത്സാഹത്തോടു കൂടി ഇരിക്കണം. ശരീരത്തെ അസുഖം തളർത്തിയാലും നമ്മുടെ മനസ്സിനെ എന്ത് തളർത്താൻ പാടില്ല? അസുഖം തളർത്താൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും വ്യാപൃതമായിരിക്കണം എന്തിലേലുമൊക്കെ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു പണിയുമില്ലാതെ ചുമ്മാതെ നമ്മൾ കുത്തിയിരിക്കുമ്പോ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. പറഞ്ഞാൽ മനസ്സിലായോ? ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. ആ ചിന്തകൾ ഒഴിവാക്കണം. അതിന് നല്ല നല്ല സംഗീതം കേൾക്കണം. പറയുന്നത് കേൾക്കുന്നുണ്ടോ? നല്ല നല്ല സിനിമകൾ കാണണം, നല്ല നല്ല സ്ഥലങ്ങളിൽ പോകണം, നല്ലവണ്ണം പുസ്തകങ്ങൾ വായിക്കണം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് നിങ്ങൾ ചെയ്യണം. പറയണത് കേട്ടോ? എപ്പോഴും വ്യാപൃതമായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള് മലീമസമായി എങ്ങനെയാണോ അളിഞ്ഞ തക്കാളി നല്ല തക്കാളിയിലൂടെ വരുമ്പോ എല്ലാം കൂടെ ചീത്തയാവണത് അതേപോലെയാവും. സജ്ജനങ്ങളെ, ഒരു വെളുത്ത പ്രതലത്തിൽ ഒരു കറുത്ത പൊട്ട് വീണ് കഴിഞ്ഞാൽ ആളുകൾ എന്തായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക? കറുത്ത പൊട്ട്. നമ്മൾ ജീവിതത്തിൽ ഇത്രയും കാലവും നന്നായി ജീവിച്ചിരുന്നിട്ട് നമ്മുടെ അറിവ് കൂടാതെ ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സമൂഹം വെറുതെ വിടുവോ? ഇല്ല. അതിപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും വിടില്ല, ആരായാലും വിടില്ല. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ സമൂഹം വെറുതെ വിടില്ല. അന്ന് വരെ എന്ത് നമ്മൾ ചെയ്തു കൊടുത്തു എന്നുള്ളതൊന്നും ഒരു വിഷയവുമല്ല. പക്ഷെ സജ്ജനങ്ങളെ, നമ്മുടെ ജീവിതത്തില് 99 അപരാധം ചെയ്തിട്ടും ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആര് പരിഗണിക്കും? ഈശ്വരൻ പരിഗണിക്കും. അതാണ് മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുക. എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ പറയുവാനും ഒരു മനുഷ്യൻ നല്ലത് ചെയ്താൽ നല്ലതാണ് എന്ന് പറയാനുമുള്ള തന്റെ ഇടവും നട്ടെല്ലും കാണിക്കുമ്പോഴാണ് ഒരാൾ ഭക്തനായിട്ട് മാറുക. പറഞ്ഞ മനസ്സിലായോ? നന്മകളെ ഉൾക്കൊള്ളുക, നല്ല കാഴ്ചപ്പാടുകൾ. അതാണ് സുദർശനം എന്ന് സുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നത് ഭാഗവതം. ശേഷം ഒന്ന് വീണ്ടും നമ്മൾ നോക്കുക. ശ്രീമദ് ഭാഗവതം അജാമിള ബ്രാഹ്മണ മോക്ഷത്തില് കാതലായിരിക്കുന്ന 5 സന്ദേശങ്ങളുണ്ട്. കാതലായിരിക്കുന്ന 5 സന്ദേശങ്ങൾ. അതിൽ ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത്, സജ്ജനങ്ങളെ, നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ, ദീർഘായുസോടുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെ വാർദ്ധക്യം പ്രാപിക്കും. എന്ത് പ്രാപിക്കും? വാർദ്ധക്യം. എന്താ വാർദ്ധക്യം എന്ന് പറയുക?
വേദോക്തമായി നോക്കിക്കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസിന് 100 വയസ്സ് വരെ കൽപ്പിച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ. 100 വയസ്സ് 110 വയസ്സ് വരെയൊക്കെ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞു കഴിയുമ്പോൾ അതില് ദീർഘായുസ്, ഹസ്വായുസ്, മധ്യായുസ് എന്നൊക്കെ കൊടുക്കുക. ഹസ്വായുസ് എന്ന് പറയുന്നത് 33 വയസ്സാണ്. എത്ര എന്ന് പറയാ? 33 വയസ്സ്. മധ്യായുസ് എന്ന് പറയുന്നത് 66 വയസ്സാണ്. ഇന്നിപ്പോ 60 വയസ്സ് കഴിയുമ്പോൾ എന്തോന്നാ വിളിക്കുന്നത്? സീനിയർ സിറ്റിസൺസ്, വയസ്സന്മാരും വയസ്സികളും. 60 വയസ്സാകുന്നവര് 66 വയസ്സ് വരെ ഉള്ളവർ ആരുമല്ല, എന്തല്ല, വയസ്സന്മാരും വയസ്സികളും അഥവാ സീനിയർ സിറ്റിസൺസ് അല്ല, അവര് മധ്യവയസ്സിൽ തന്നെ. ദീർഘായുസ് എന്ന് പറഞ്ഞു ഋഷിമാര് 99 വയസ്സാണ്. 33, 66, 99. ദീർഘായുസ് 99 വയസ്സാണ്. അപ്പൊ ദീർഘായുസിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അതിനെ നമ്മൾ വിളിച്ച പേരാണ് വൃദ്ധത്വം. അഭിവൃദ്ധി പ്രാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ? വൃദ്ധത്വം എന്ന് പറയാം. അഭിവൃദ്ധി ഉണ്ടാവുക, ജീവിതത്തിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച് അറിയുന്ന പ്രായമാണ് ഏത്? വൃദ്ധത്വം. അതുകൊണ്ടാണ് പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്നും അവരുടെ പാദത്തിൽ നമസ്കാരം ചെയ്യണമെന്നും അവരുടെ ഉപദേശം എടുക്കണമെന്നും പണ്ടുള്ളവർ പറയുന്നത്. ജീവിതയാത്രകളിൽ കൂടെ കടന്നു വരുമ്പോൾ അവര് ജീവിതത്തിൽ അനുഭവിച്ചതായിരിക്കുന്ന അനുഭവങ്ങൾ എപ്പോഴും പറയാറുണ്ട് അനുഭവം ഗുരു. അനുഭവ സമ്പത്ത്